നമ്മളെ കുറച്ചിന് മുന്നേക്ക് വന്നപ്പോഴാണ് ടോയ്ലറ്റ് എന്നുള്ള കുറച്ച് വണ്ടികൾ കാണുട്ടോ. ഇതെന്താ സംഭവം എന്നുള്ള നമ്മൾ വിശദമായിട്ട് പോയി നോക്കാം. ആദ്യമായിട്ടോ കാണുന്നത് ഇങ്ങനത്തെ വണ്ടികൾ. വ്യത്യസ്തമായൊരു കാഴ്ച കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. 1, 2, 3 ഇങ്ങനെ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 5 ടോയ്ലറ്റ് ഉണ്ട് ഇതിൽ. ഇവിടെ ഇങ്ങനെ മൊബൈൽ ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. 5 റൂമുകളുണ്ട് കേട്ടോ. ഇവിടെ വണ്ടികൾ നിൽക്കണ്ടേ, അവിടെ നിൽക്കണമൊക്കെ ഇത് തന്നെയാണ്. മനോഹരമായ കാഴ്ച. പക്ഷെ ആരും ഇല്ല കേട്ടോ അവിടെ. ഒരു വണ്ടിക്ക് കെട്ടി വലിച്ച് കൊണ്ടുപോവുക ഒരു ചേസിലാട്ടുള്ളത്. ഇതാ ചവിട്ടുപടികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ 2 വെച്ചിട്ടുള്ള 5 സെക്ഷനാട്ടോ ഇതിൽ. മൊബൈൽ ടോയ്ലറ്റാണ്. ഇതൊരു വ്യത്യസ്തമായൊരു കാഴ്ച കേട്ടോ. നമ്മളെ നാട്ടിലില്ല. ഇവിടെ ഇങ്ങനെ ടാങ്ക് വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വണ്ടിക്ക് കെട്ടി വലിക്കാനുള്ള സംവിധാനമുണ്ട്. ടയറുണ്ട് കേട്ടോ താഴത്ത്. ഒക്കെ മോഡൽ കൊണ്ട് വ്യത്യസ്തമാണെന്നുള്ള കേട്ടോ. അവിടെ ഇങ്ങനെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാഴ്ചത്ത് കുഞ്ഞത് കേട്ടോ. ഇത് ചെറുത് ഒരു 3 വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു മോഡലിൻ്റെ മേലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ഒക്കെ മേലെ കേട്ടോ. അതവിടെ വേറൊന്നുണ്ട്. ഇത് സ്ത്രീകളെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നതേ വല്ല പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നിർത്താനായിട്ടുള്ളതാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളെ കാഴ്ചപ്പാടിൽ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. ഞാൻ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളവിടെ വലിയ വലിയ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുള്ളാണെന്നുള്ളത് ഇത് കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അടിപൊളി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെയായിട്ടുള്ളത്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതുപോലെ സ്കൂട്ടർമേൽ ഇത്രയും ഗ്യാസും കുറ്റികൾ വെച്ച് കൊണ്ടുപോകണ്ടിട്ടാ സപ്ലൈ ചെയ്യാണ്. ഈ ഏട്ടനാണ് കേട്ടോ ഇതിൻ്റെ ആളെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കട ഉണ്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചായയും കടിയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് കേട്ടോ. വാ വാ വാ. ഏകദേശം സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ടേബിള് കാര്യങ്ങൾ കസേര ഇങ്ങനെയൊക്കെ പുറത്തിട്ടിട്ട് ഒരുപാട് ഐറ്റം കടികളുണ്ട് കേട്ടോ. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റം കടികളുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ടൗണിൻ്റെ സെൻറ്ററിലാണ്. ഒരാൾ ചായ അടിക്കാൻ നിൽക്കുന്നുണ്ട്, ഒരാൾ കടി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്, ഒരു അക്കൗണ്ട് എടുത്തെടുക്കാൻ നിൽക്കുന്നുണ്ട്. അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മൾ വട ചോദിച്ചിട്ടുണ്ട്. വട സാമ്പാർ ഇങ്ങനെയൊക്കെ കൂടിയായിട്ടുള്ളൊരു കറി കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. മോനിസ എനിക്ക് ജ്യൂസ് മതി. അപ്പോൾ സെൽഫ് സർവീസാണ് കേട്ടോ. നമ്മൾ പോയി ഇങ്ങനെ മേടിക്കുക, കഴിക്കുക, പിന്നെ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോയെന്നുള്ള അറിയില്ല. അപ്പോൾ ഈ ടൗണിലായിട്ടുള്ളത് സെൽഫ് സർവീസാണ്. ചായ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. സപ്ലൈസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേ കുറേ ആൾക്കാർ ചോദിക്കുക ഇങ്ങനെ തിരുമ്പൽ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇതാ ഇവരെ നാട്ടിൽ ഇങ്ങനെയാണ് തിരുമ്പൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ തിരുമ്പിയിട്ട് തോരടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഏകദേശം ഒരു 3 ദിവസത്തെ ഡ്രസ്സ് നമ്മളിതുണ്ട് തിരുമ്പാൻ. അപ്പോൾ ഇവിടുന്ന് തിരുമ്പണ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇട്ടാൽ അവിടെ തിരുമ്പിടണം. ഫോട്ടോയിൽ നോക്കിയാൽ കാണാം കേട്ടോ തിരുമ്പണ സ്ഥലം. എന്താ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറക്കിയിട്ടിട്ടുണ്ട്. വണ്ടി ഒന്ന് കഴുകും വേണം. പിന്നെ ഈ ഒരു ടാങ്കിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുത്തുകൊണ്ട് തിരുമ്പണമൊക്കെ. വേറെയും വിറ്റുണ്ട് കേട്ടോ. ഈ കാണുന്ന കോയൽക്കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എന്താ ഇവിടെ മോട്ടർ കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാൽ നമുക്ക് വേണം മോട്ടർ എടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിറയും ടാങ്ക്. അടിപൊളി അടിപൊളി. ഇതാണ് അക്കയുണ്ട് നമുക്ക് തിരുമ്പാൻ കൂട്ടിന്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ തന്നെ കേട്ടോ. ആ റോട്ടുമെന്ന് ഇതുപോലെ ഇങ്ങനെ ഷെഡുകൾ കണ്ടപ്പോൾ വന്ന് നോക്കിയതാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഫുള്ള് സോളാറുകളാണ് കേട്ടോ. അടിപൊളി സ്ട്രെച്ചിങ് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്ര കണ്ട പാടം മൊത്തം കണ്ണെത്തോ ദൂരം കേട്ടോ. ഫുള്ള് സോളാറാണേ. ആ ഏരിയയിലൊക്കെ ഉണ്ട്. ഭയങ്കര കൗതുകമായിട്ടാണ്. അടിപൊളി. ഇത്രയും വലിയ സോളാർ പാടം മുന്നേ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കിട്ടാ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ കരുതി വല്ല കോഴി ഫാം ആയിരിക്കുന്നത്. ഇത്രയും ചെറിയ കോഴി ഫാം വിട്ടു നോക്കിയപ്പോൾ ഇവിടെ അടുത്തെത്തിയപ്പോഴാണ് ഇത് സോളാറാണെന്നുള്ളത് മനസ്സിലായത്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെ സോളാറുകളാണ്. അടിപൊളി സോളാർ കാണുന്നത്. ആ കാണുന്ന കണ്ണെത്തോ ദൂരം പെട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാലിക്ക് തട്ട അവിടെ നിൽക്കണേ. ഞാൻ കണ്ട കാഴ്ച റോട്ടുമെന്ന് ഇതാണ് കേട്ടോ. ഈ ഒരു കാഴ്ചയെന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് കോഴി ഫാമാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇത് സോളാറാണെന്നുള്ളത് കേട്ടോ.
അടിപൊളി വ്യത്യസ്തമായൊരു കാഴ്ച. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സോളാർ പാടം കാണുന്നത്. നിങ്ങളെ അഭിപ്രായം പറയട്ടോ, കാരണം നമ്മൾ കേരളത്തിലുണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കമൻ്റ് അറിയിക്കുക. നമ്മൾ ഏകദേശം ഒരു 5-8 കിലോമീറ്റർ വന്നിട്ടോ, ഫുള്ള് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം ഫുള്ളായിട്ട്. ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു 4 വീടുണ്ടെന്നല്ലാതെ പിന്നെ എവിടെയും വീടില്ല കേട്ടോ. ഫുള്ള് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള വളപ്പൊടികളാട്ടെ നമ്മളെ നാട്ടിലൊക്കെ വരുന്നത്. ഇവിടെ കുറഞ്ഞ റേറ്റ് കൊടുത്താൽ മതി. ഈ ഒരു കൂട്ടത്തിന് ചിലപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 500 കൊടുത്താൽ ഇവിടെ തരും കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ചാക്കാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ കൊണ്ടുപോകാനുള്ളതും പിന്നെ എക്സ്പെൻസും നമ്മൾ കാണുന്നുള്ളൂ. ഒരുപാട് സ്ഥലത്തുണ്ടാവും. ഈ ഒരു കൂട്ടത്തിന് ചിലപ്പോൾ 1000-500 കൊടുത്താൽ മതിയാവും. അതിന് മേലേക്കൊന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ചെയ്തിരുന്നതാണ്, നമ്മൾ 2014 ചെയ്തിരുന്ന കേട്ടോ. അട്ടപ്പാടി ഭാഗത്തു നിന്നൊക്കെ എടുത്തിട്ട്. ഇവിടുത്തെ ഒരു ചെറിയ പച്ചക്കറി കട കേട്ടോ. അണ്ണാ ഊര് പേരെന്നാ? എന്നാ ഊര്? ഉങ്ക പേര്? മുരുകേശൻ. അടിപൊളി. അപ്പോൾ നമ്മൾ വണ്ടി ആയിട്ട് നിൽക്കണേ. ചെറിയൊരു ടൗണാണ് കേട്ടോ ഫ്രണ്ട്സ്. യാത്രയിൽ തന്നെയാണ് കേട്ടോ. മാലിക്കിനെ അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രദേശത്താണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തൊക്കെ പോലെ തന്നെ പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കറുപ്പ് കലർന്നൊരു മണ്ണാണ് ഇവിടെ നെല്ലിൻ്റെ കൃഷിയാണ് കേട്ടോ. നമ്മൾ അതിശയിപ്പിച്ച ഒരു കാര്യം കണ്ടതേ, ഈ ഒരു കോരി ഉണ്ടല്ലോ, കോരി. ഇതൊരു വെറൈറ്റി ആയി തോന്നിട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് മനോഹരമായിട്ടുള്ള ഒരു കുളം കേട്ടോ. ഇതിൻ്റെ ഒരു ചവിട്ടുപടികൾ നോക്കുകയാണ് നിങ്ങൾ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം കണ്ടോ. അടിപൊളി. ഏറ്റവും ഹൈലൈറ്റ് ആക്കിയതേ ഈ ഒരു സംഭവം. ഇത് മോട്ടർ കെട്ടി തൂക്കിയിരിക്കുകയാണ് താഴത്തേക്ക്. ആദ്യ കാലങ്ങളിലൊക്കെ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടത്. ഇതിവിടെ ഇങ്ങനെ തിരിച്ചെടുക്കുക. അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? ഇന്നത്തെ കാലത്ത് കോരുന്ന സംഭവം പോയിട്ട് പൈപ്പ് ലൈൻ കേട്ടോ. പൈപ്പ് ലൈനിൽ ഇതെങ്ങനെ വെള്ളം വന്നിട്ട് ഇവിടെ ചാടിട്ടാ. എന്താ ഈ ഒരു കൊട്ടക്കാലത്തിൽ ചാടും. അപ്പോൾ പഴയ കാല സിസ്റ്റം ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവിടുന്ന് കോരിയിട്ട് ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ ഇതിൽ നിറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഈ പാടത്തേക്കും കൃഷിയിടത്തേക്കും ഇങ്ങനെ പോണ ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട്. അടിപൊളി. അങ്ങനെ നമ്മൾ മാലിക്ക് എത്തിയിരിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. അടിപൊളി വ്യത്യസ്തമായിട്ടുള്ളൊരു അമ്പലം കണ്ടപ്പോൾ പരിചയപ്പെടുത്താൻ കരുതി. അമ്പലത്തിൻ്റെ കവാടം കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഇവിടെ അല്ല ഇതിൻ്റെ പ്രത്യേകത എടുക്കുന്നത്. ഇവിടെ ആൽമരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പ്രത്യേകത തോന്നിയ ഒരു സംഭവം ഇതാണ് കേട്ടോ. ഈ ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും മതിൽക്കെട്ടുകളൊക്കെയാണ് നമുക്ക് പഴമയെ ഉണർത്തുന്ന രീതിയിലായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നിയത്. ഈ ഒരു ഇത് കണ്ടോ കാണി. ഈ ഒരു കരിങ്കല്ലുകളാണ് കേട്ടോ മൊത്തം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനിങ് ഉണ്ട്. ഇതെന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്നാളവിടെ ഇതിൻ്റെ ഉള്ളിലേ ഒരു സാധനം കണ്ടില്ലേ, ഉരുട്ടി കൊണ്ടുപോകണേ, അതേപോലെ മേലേക്ക് വെക്കുന്ന സംഭവമാണ് ചാൻസ്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജാണ് കേട്ടോ. ഫ്രണ്ടേജൊക്കെ അതിൻ്റെ കവാടത്തിൻ്റെ ഈ ഒരു ഭാഗം കൊത്തുപണികൾ ചെയ്തിട്ട് നോക്കാണ്. ഭയങ്കര ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം കേട്ടോ. എടുത്ത് പറയേണ്ടത് ഫുള്ള് കല്ലുകളിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുളത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കുളത്തിൽ കുറച്ച് വെള്ളമുള്ളൂ. എനിക്ക് തോന്നുന്നത് 2 ദിവസം മഴ ചെയ്തപ്പോൾ അതിൻ്റെ വെള്ളമാവും. അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ കരിങ്കല്ലുകളാണ് കേട്ടോ. കരിങ്കല്ലുകളിലാണ് ഈ സ്റ്റെപ്പുകളൊക്കെ. ഇത്രയും നീളമുണ്ട് കേട്ടോ. വലിയ വലിയ പീസുകളാണ് കരിങ്കല്ല്. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ബോർവെൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു കാഞ്ഞിര മരം വരുന്നുണ്ട് കേട്ടോ. നല്ല വണ്ണമുള്ളൊരു മരം, മനോഹരമായിട്ടുള്ളൊരു മരം കേട്ടോ. പിന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയമാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ നിർമ്മിതികളുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മിതി വേറെ വരുന്നുണ്ട്. മതിൽക്കെട്ടുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഒക്കെ കരിങ്കല്ലിലാണ് തീർത്തിട്ടുള്ളതെന്നാണ്. കരിങ്കല്ല് തന്നെ പ്രത്യേക ഒരു കളർ കേട്ടോ. ഓരോ കല്ലുകളും വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് കേട്ടോ. അടിപൊളി. ഊരിക്ക് എന്നെ പേരെന്നാ?
സോമിപുരം ഉങ്ക പേര്? ശരി ശരി. അപ്പോൾ നമ്മൾ യാത്രയിലാണ് കേട്ടോ. യാത്രയിലൂടെ കുറച്ച് പയ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നൊങ്ക് കട്ട് ചെയ്യണേ. ഇതാണ് കേട്ടോ നൊങ്കിൻ്റെ മരങ്ങൾ. അടിപൊളി അടിപൊളി വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പൊട്ടിക്കോട്ടെ എന്താട്ടോ വെട്ടണവര്. നിങ്ങൾ എന്തൂര്? എന്തൂര് പേര്? മലയടിപ്പറ്റി. ഒരു പ്രത്യേക തരത്തിലാട്ടോ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നേ. അത് ഒണ്ണ പിടുങ്കാതാ? ആ എടുക്കാൻ മാട്ടീங்களா? ഇത് തണ്ണിയാ? ആ ഇത് വെള്ളമാണ്. കാമിച്ചോടെ ഒന്ന് കാമിച്ചോടെ. ഇതട്ടോ ഓൻ കാണിച്ചു തരണം. ഓൻ കാണിച്ചു തരുന്ന വഴി എടുക്കാം. ഊര് വിശേഷം ഇറക്കാം. അങ്ങ് ഊരിൽ വിശേഷം ഇറക്കാം. സാമിനായിട്ട് നമ്മളെ മറ്റേ അവിടുത്തെ പരിപാടി വരെ കത്തി. ഓരോ നാട്ടിലും ഓരോ രീതിക്കുള്ള കത്തിയല്ലേ. ഇവരെ വീട്ടിൽ ഉപയോഗിക്കണ കത്തി തന്നെ കേട്ടോ. നല്ല മൂർച്ചയാണ് കേട്ടോ. തോട്ടിക്ക് പറഞ്ഞ പേരാട്ടോ. എന്നെ சொல்லுவ? അളക് കുച്ചി. ആ இந்த കായ്ക്ക് എന്നെ சொல்லுവ? നൊങ്ക്. അത് മലയാളം നൊങ്കതാ. ഇതട്ടോ ഇവർ ഒരു പ്രത്യേക രീതിയിൽ കണ്ടാണ് കൈ ഇങ്ങനെ ആക്കിയിട്ടാട്ടോ അതാക്കണേ. നമ്മൾ ഈ തണ്ടവരൽ വെച്ചിട്ടേ അവിടെ ഓട്ടിയിട്ട് അവിടെ വലിച്ചെടുക്കണേ. അടിപൊളി കേട്ടോ. ഒരു വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായി. ഇതുപോലെ നമ്മൾ കഴിക്കലില്ലല്ലോ. പിന്നെ നമ്മളവിടെ കിട്ടുന്ന പോലത്തെ കട്ടിയായിട്ടുള്ള ഇത് ഇതാട്ടാ. ഇതൊക്കെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതൊക്കെ ഇവരെ ഒഴിവാക്കണ്ട്. ഇത് തണ്ണീർക്ക് ഇതൊക്കെ ഇവരെ ഒഴിവാക്കട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ ഓവർ കട്ടിയായിട്ട് ഇവരെ ഒഴിവാക്കണേ. നമ്മളവിടെ ഇങ്ങനത്തെ ആട്ടോ കിട്ടുക. മുടിഞ്ഞിരിച്ചാ ഇതട്ടോ ഇവരെങ്ങനെയാണ് കേട്ടോ കഴിക്കുക. വെക്കുമ്പോൾ അത് തണ്ണി ഇറക്കണം. അത് നല്ല ഇറക്കും ഇല്ലെങ്കിലാ? നല്ല എന്താ നല്ല ഇറക്കും. ഇത് കൊഞ്ചം ടെമ്പറാച്ചേ. ഇത് നമ്മ ഏരിയയിൽ കിടപ്പേ ജ്യൂസ് അടിക്കാൻ മുടിയും. തണ്ണി അല്ല പാല് പഞ്ചസാര ചക്കര ഇത് നൊങ്ക് സേത്തി ജ്യൂസ് അടിക്കലാം. അടിപൊളിയായിരിക്കും. നമ്മ ഏരിയയിൽ ഇതാ കിടക്കുക. അവരോട് പറഞ്ഞു കൊടുക്കട്ടെ നമ്മളവിടെ ഇതാണ് കിട്ടുക എന്നുള്ളത്. ബായ് ബായ് സല. ഓക്കെ. എന്ത് ഊരണ? കിള്ളിക്കോട്ട. ഉങ്ക പേര്? വേല മുടിഞ്ഞ ഇന്നൊക്കെ മുടിഞ്ഞിരുச்சு இல்லைங்களா? വേല ഇത് ഉത്സവം മുടിഞ്ഞിരുச்சு. യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്താണ് കണ്ടത് ഈ ഒരു സംഭവം. ഇങ്ങനെ ലോങ്ങിന്ന് കാണണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ മിഞ്ഞാന്നൊക്കെ കാണിച്ചില്ലേ, നമ്മളെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നല്ല. ഇങ്ങനെ ഉണ്ടണ ഒരു വണ്ടിയൊക്കെ കാണിച്ചു കണ്ട് വലിയൊരു ക്ഷേത്രം, മതിൽക്കെട്ടുകൾക്കുള്ളിൽ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉന്തി വരുന്നൊരു സാധനം കേട്ടോ. ഇത് പുതിയതാണ്, വർഷം വർഷം ഉണ്ടാക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നതും പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പരിപാടി കഴിഞ്ഞിരിക്കണേ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണട്ടോ. അതേപോലെ പഴയൊരു വണ്ടി അവിടെ കേട് വന്ന് കിടക്കുന്നുണ്ട് അവശിഷ്ടമായിട്ട്. ഇതേപോലത്തെ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. ഈ ഒരു രൂപത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാണ്. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ചങ്ങലാണ് കേട്ടോ ഈ പോണത്. ചങ്ങലിൻ്റെ തൊട്ടടുത്ത് താഴെയൊക്കെ ആയിട്ട് പഴം, ചന്ദനത്തിരി, വിളക്കുകൾ ഇങ്ങനത്തെ ഒക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് കേടുവരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാവും. അപ്പോൾ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഒരു കൂടാരം അത്രയും സ്ട്രെച്ചിങ്ങിൽ ഉണ്ടാക്കിയിരിക്കണേ. അടിപൊളി. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേ വെറൈറ്റി മുറം കണ്ടിട്ടാ. അപ്പോൾ ഈ ഒരു ഏരിയയിലേ ഒരുപാട് പുല്ല് പായകളുണ്ട് കേട്ടോ. അതിന് വ്യത്യസ്തമായി തോന്നിയൊരു സാധനമാണിത്. നമ്മൾ മുറാണ് കേട്ടോ. മനോഹരമായിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ആക്കിയ സാധനമാണിത്. ഇത് വിസറി വീസിക്ക
വിസറിട്ടോ. ഇത് നമ്മളെ എന്തിൻ്റെ ഒരു ഓലയാണ്? നൊങ്കിൻ്റെ ഓലയാണ്. സിമ്പിൾ സാധനം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രെച്ചിങ് നോക്കാണ്, ഒച്ചൊക്കെ നോക്കിട്ടോ, അടിപൊളി. എന്നാ ഇത് വിശ്വാസത്തേക്ക് ഇരിക്കരുത് ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കിറ്റ് കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ പൂജക്ക് ഇവിടേക്ക് പോകുമ്പോൾ, അമ്പലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ദക്ഷിണ ഇതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ നെയ്യൊക്കെ ആക്കിയിട്ട് ചന്ദനത്തിരിയിൽ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, തിരി കൊളുത്താനുള്ള. ശരിയാണോ? ഉങ്ക പേര് എന്ത് ഊരുങ്ക? ഇന്ത് ഊര് പേര് ഇല്ലുകോട്ട. ശരിയാണോ? ഇവിടെ ഇങ്ങനെ നല്ലൊരു കാളുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്ട്രെച്ചിങ് ആയി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കലാകാരന്മാരെ നമുക്ക് കാണണം കേട്ടോ, കാണേണ്ട കാഴ്ചയാണെന്നുള്ളതാണ്. സിമെൻറ്റിലാണ് കേട്ടോ തീർത്തിട്ടുള്ളത്, മനോഹരമായിട്ടുണ്ട്. അങ്ങനെ തന്നെ കേട്ടോ, തേങ്ങ, പഴം, ചന്ദനത്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞളും ഉണ്ട് കേട്ടോ, മഞ്ഞൾ. സീറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ജിലേബി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ചെറിയ കുട്ടികളെ കണ്ടുപിടിട്ടാ സാരിയൊക്കെ എടുത്തിട്ട്, അടിപൊളി അടിപൊളി. ഈ ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ വിശേഷമുള്ളത്. നമ്മൾ അങ്ങോട്ട് കൂടുതൽ പോകണില്ല, നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ, മോശമല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഇതുപോലത്തെ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മളെ നാട്ടിലുള്ളത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട്, അടിപൊളി അടിപൊളി. കുപ്പികളൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. ഏകദേശം വ്യത്യസ്തങ്ങളായിട്ടുള്ള മോതിരങ്ങൾ, പിന്നെ കയ്യുമിടുന്ന വള, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഹൈലൈറ്റ് ആക്കിയത് പഴയ കാലത്ത് നമ്മൾ സിനിമ നടന്മാരൊക്കെ ഫോട്ടോ വെച്ചിട്ട് ലോക്കറ്റൊക്കെ ചെയ്തിരുന്നില്ലേ, അതൊക്കെ ഉണ്ട് എന്നുള്ള കേട്ടോ. പേരെന്നാ இந்த டெம்பிள் பேர்? വനദൂർ കമ്പിൾ. ശരി ശരി. ഉന്ന പേര്? ഉന്നയുടെ പേര്? ഈ കാണുന്നതേ നമ്മൾ കണ്ടില്ല, അവിടെ കെട്ടുവലിക്കണ ഒരു സാധനം, അതിനെന്തോ തേരെന്നോ അങ്ങനെ എന്തോന്ന് പറയും, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പഴയൊരു അവശിഷ്ടമാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, റിയാസ് എ ടു സെഡ് ആണ്. നമ്മൾ യാത്രയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു കൂട്ടം പ്രായമായിട്ടുള്ള ആളുകൾ ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ വിശേഷങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലോ. അതായത് ഈ കാണുന്ന കൊട്ടകളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഓരോ ഐറ്റം സാധനങ്ങളാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് വീടുകളിൽ വിൽക്കുക, വീടുകളിൽ പോയി വിൽപ്പിങ്ങളാ, വീടുകളിൽ പോയിട്ട് കൊടുക്കൂട്ടോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ എല്ലാ വിൽക്കലും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. എന്തോരെ എല്ലാവരും അടിപൊളി അടിപൊളി. எல்லாரும் இந்த பிராயம் இருக்கிற ஆளும் வியாபாரம் பண்ணுறீங்களா நடந்து? அடிபொலி 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 அடிபொலி. எல்லாம் தீர்ந்துருச்சா? என்னெல்லாம் வியாபாரம் இருக்குது? என்னெல்லாம்? பழம் எடுத்துகிட்டு போய் விற்பீங்களா? தோப்பிலிருந்து எடுத்து கிராமத்தில் விற்கிறது. அடிபொலி 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 அடிபொலி. உங்க பேரு? ബസ് വരണ്ട. അപ്പോൾ ഓടുക കേട്ടോ. എല്ലാവരും ആയി കൊടുങ്ങ. എത്ര സന്തോഷത്തോട് കൂടിയിട്ട് അവർ നിൽക്കുന്നത് നോക്കാടി. അടിപൊളി. എല്ലാവരും പഴം കാര്യങ്ങളൊക്കെ വിറ്റിട്ട് പോവാണ് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ ഇവിടുന്ന് നിർത്തി എല്ലാവരും പഴങ്ങളും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് പോവാണ്. പ്രായമായ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര അതിശയായി. അടിപൊളി അടിപൊളി. ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കണ്ടപ്പോഴേ ഇവർക്ക് 2 മാങ്ങയും ഇതെന്താ ഒരു കായൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ഈ ബസ്സിലാട്ടോ പോണത്. എല്ലാവരും ആ ബസ്സിൽ കയറിക്കണ പോവാണ്. ടാറ്റ കൊടുക്കേ, ടാറ്റ എടുക്കേ. നമ്മളെ കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടമായിട്ടേ നമ്മൾ വണ്ടിയുടെ ഇവിടെ ഒക്കെ കയറിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി, വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം. അടിപൊളി അടിപൊളി. ജസ്സിയും കുട്ടിയാണ് നിൽക്കണേ. ഒരു കുട്ടീനെ അവിടെ കയറ്റിയിരുത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാം. നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളെ നാട്ടിൽ നിന്നൊക്കെ
ഇല്ലാതായിപ്പോയൊരു സംഭവം നമ്മൾ കണ്ട്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം. സൈക്കിളിൻ്റെ പരിപാടി കേട്ടോ. ഇവർ രണ്ടാളും മെക്കാനിക്കാണ്. ടയർ പഞ്ചർ എടുത്തിരിങ്ങളാ? പേര് ദൂർ പേര് എത്രയാவது പഠിക്കറ? 9th. ശരി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സൈക്കിളുകളുണ്ട് കേട്ടോ. പഴയ കാല സൈക്കിളുകൾ ഒരുപാടുണ്ട്. ഒരു വണ്ടിയാണ്, നമുക്കൊന്നും നമ്മളെ നാട്ടിൽ കാണാൻ കിട്ടില്ല. ഇപ്പോൾ ഷോക്കൊക്കെ ഇടണതാണ് ഓരോ ഷോപ്പിലൊക്കെ കേട്ടോ. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോക്ക് ഇടണതാണ് അടിപൊളിയായിട്ട്. ഈ കാറ്റും കുട്ടി കേട്ടോ. ഈ കാറ്റും കുട്ടിയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടുമെന്ന് സംശയമാണ്. ഇനി വരും തലമുറയിൽ കാണുമെന്നുള്ളതും സംശയമാണ് കേട്ടോ. ഈ സൈഡിൽ കേട്ടോ ഒരു രാജാവ് ഇരിക്കണേ. ഇതിൻ്റെ ആനലില്ലേ, ആനല് നമ്മളെ ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ് കേട്ടോ. ഇത്ര തന്നെ ബെൻഡ് ഇല്ലെങ്കിലും ആ ഒരു ക്വാളിറ്റി തോന്നും. പഴയകാല ബുള്ളറ്റ്, പഴയകാല ഒരു വണ്ടി സൈക്കിളൊക്കെ ആ ഒരു ക്വാളിറ്റി തോന്നിക്കും. അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോഴാണ് അതിശയമായിട്ടുള്ള വേറൊരു കൗതുകം കണ്ടത്. അതായത് വൈക്കോലാണ് കേട്ടോ. ഒരു വീടാണ്, വൈക്കോലാണ്, മനോഹരമായിട്ടുണ്ട്. നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. നമ്മൾ സൈക്കിളിൻ്റെ ഇതെടുത്തത് അവിടെ ആ ഭാഗത്തു നിന്നാണ്, ആ ഇവിടെയാണ്. അപ്പോൾ നമ്മളെ അറിവിക്ക് വരേണ്ട, അതായത് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അത്താണി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ അത്താണീൻ്റെ ഉപയോഗം ഇവിടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതാണ് അത്താണി. ഇതാണ് കേട്ടോ അത്താണി. അതിന് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ കാര്യങ്ങളൊക്കെ. തമിഴിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അത്തോണി കൊണ്ടുള്ള ഗുണം, അതായത് നിങ്ങൾ ഈ ചുറ്റുപുറം നോക്കിക്കോളിട്ടാ. ഇവിടെ ഒന്നും ഒരു സ്പേസ് ഇല്ല. സാധനങ്ങൾ ഏറ്റി വരുന്ന ആളുകൾക്ക് ഒരു താങ്ങ് എന്നുള്ളതാണ് അത്താണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റി വരുന്ന സാധനങ്ങൾ വെക്കാനും പിടിക്കാനുമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത് അത്താണി. അപ്പോൾ അത്താണി കൊണ്ട് കിട്ടുന്ന ഗുണമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഏറ്റി ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ചുമട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഏരിയയിൽ കറക്റ്റ് ഇത് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഫീലിങ്സ് കറക്റ്റ് കിട്ടുക നമുക്ക്. ഇവിടെ ഇങ്ങനത്തെ സ്കിന്നുള്ള ചിക്കനാട്ടോ കിട്ടുക. അപ്പം ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ മേടിക്കുന്നുണ്ട്. നമ്മൾ 1/2 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പുതിയ സൈക്കിളിരിക്കുന്നത് ഒരു വണ്ടി കേട്ടോ. 1 കിലോയ്ക്ക് 200 രൂപയാണ് കേട്ടോ ഇറച്ചിക്ക് ഇവിടെ റേറ്റ് വരുന്നത്. ഇറച്ചിക്കാണ്, കോഴിക്കല്ല കേട്ടോ. അങ്ങനെ നമ്മൾ മാലിക്ക് ഒരു ടൗണിലാട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു ടൗണ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ടൗണ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേട്ടോ. മാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കടകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ട്രെച്ചിങ്ങിലാട്ടോ. കൂടുതൽ ആൾക്കാരും ഇവിടെ ഉപയോഗിക്കുന്ന ബൈക്കാണെന്നുള്ളതാണ് കേട്ടോ. ഒരു ഏരിയക്ക് നോക്കുമ്പോൾ പഴയകാല ഓല കൊണ്ടുള്ള കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മാർക്കറ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു ടൗണാണ് നമ്മൾ കാണിക്കണേ. ഈ ഒരു ഏരിയയിലേ പൊരികൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പ്. ഇവിടെയും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. പാലാണ് കേട്ടോ. അപ്പോൾ അതിന് നേരെ താഴത്തായിട്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. പല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് മീനാണ്, മീനുണ്ട്, പല ഐറ്റം മീനുണ്ട്. ചക്കച്ചോളതാ, മാങ്ങതാ, പിന്നെ വേറെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മീനുകൾ കേട്ടോ. എല്ലാ ഐറ്റം മീനുണ്ട്. ഇവിടെ ചേച്ചിൻ്റെ അടുത്ത് ചക്കച്ചോളുണ്ട്, മാങ്ങ ഉണ്ട്, കടലുണ്ട്. ഇവിടെ ഇങ്ങനെ ചപ്പിൻ്റെ പരിപാടി കേട്ടോ. മല്ല്, ചപ്പ്, പുതിന അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് തെയ്യുകളാണ്. ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ പരങ്കാങ്ങ കേട്ടോ. പരങ്കാങ്ങ വിത്തുകൾ ഇവിടെ കേട്ടോ ഓരോ കൂട്ടം മാങ്ങ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയക്ക് വന്നാൽ ചക്ക ഉണ്ട് കേട്ടോ. നമ്മളെ നാടൻ ചക്ക, നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാമ്പഴം ഉണ്ട്. ഇവിടെയൊക്കെ കേട്ടോ ചക്കൻ്റെ പരിപാടി ഉണ്ട്. പിന്നെ ഈ ഏരിയക്ക് വരികയാണെങ്കിൽ ഉണ്ടക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പ്രായമായിട്ടുള്ള ആളുകളാണ് ഈ
ഈ പ്രായത്തിലും വർക്ക് എടുക്കേണ്ടതുള്ള സംഭവമാണ് കേട്ടോ. പൂള ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു പുതിയ ബേക്കറി കാണുന്നുണ്ട്. ബാക്കിയുള്ള കടകളൊക്കെ പഴയ ടൈപ്പ് കടകളാട്ടോ. ബസ് പ്രൈവറ്റ് ബസ്സാണ്, ഭാരത് ബെൻസിൻ്റെ വണ്ടി കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒരുക്കി കിട്ടിയിട്ടുള്ളൊരു കട കേട്ടോ. അടിപൊളി ചൂട് വട ഇതിട്ടാ. ചൂട് കായ് ബജി. இந்த ஊர் பேர் என்னண்ணா? செஞ்சிப்பட்டி. உங்கள் பேர்? குழந்தைவேல். ഇവിടെയും ചക്കൻ്റെ കച്ചവടം ഉണ്ട് കേട്ടോ. ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അടിപൊളി കച്ചവടം. ഇങ്ങനെ ഓലൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു കട കണ്ടിട്ടാ. ഫുള്ള് ഫില്ലായിട്ട് സാധനം ഉണ്ടേ. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു അടുപ്പ് കേട്ടോ. വെറൈറ്റി. ഫ്രൂട്ട്സും കടയിലേ മല്ലികപ്പൂ ഉണ്ട് കേട്ടോ. കൂടുതലും സ്ത്രീകളാണല്ലേ കച്ചവടം ചെയ്യണ എല്ലായിടത്തും. ഇവിടെ നല്ല മറ്റേ ഉരുളക്കിഴങ്ങാണ് തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടുത്തെ വണ്ടികളൊക്കെ അത്യാവശ്യം കലവിരുതിൽ തീർത്തിട്ടുണ്ടാവും കേട്ടോ. ഏത് വണ്ടി നോക്കണമെങ്കിലും, അതായത് ടാക്സി പരമായിട്ടുള്ള വണ്ടികളൊക്കെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു കേട്ടോ. ചാക്കുകൾ ഇതാ ഒരുപാടുണ്ട്. ഈ കാണുന്നൊക്കെ ചാക്കുകളാണ് കേട്ടോ. അടിപൊളി വെറൈറ്റി ഒരു കാഴ്ച. അങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ചാവി മാറിയിട്ടുണ്ട്. ചാവിയുടെ ബാറ്ററി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടയിൽ നിന്ന് 30 രൂപയാണ് ബാറ്ററിക്ക്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്തു കേട്ടോ. അടിപൊളി കത്തുണ്ട്. ഇപ്പോൾ റിമോട്ടിൽ ഇങ്ങനെ അമർത്തുക കേട്ടോ. അങ്ങനെ നമ്മൾ യാത്രയിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണട്ടോ ഒരുപാട്. അതായത് വലിയ വലിയ മുതലാളിമാർ ഇതുപോലത്തെ സ്ഥലങ്ങൾ മേടിച്ചിട്ടിട്ടേ സെൻട്രൽ കൂടി ധാറിട്ട് റോഡ് ഇട്ടിട്ട് സ്ഥലങ്ങളിങ്ങനെ ഭാഗിക്കും. 10 സെൻറ്റ് 5 സെൻറ്റ് അങ്ങനെ 8 സെൻറ്റൊക്കെ ആയിട്ട് ഭാഗിച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വലിയ വലിയ വില്ല പ്രൊജക്റ്റുകൾ അവർ ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പരിപാടിയാണ്. റോഡാണ് സെൻറ്ററിൽ കൂടെയാണ് കയറണം. പിന്നെ അപ്പുറപ്പുറമൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ കോട്ടയത്ത് വർക്ക് എടുക്കുന്ന ഒരു ഏട്ടനെ പരിചയപ്പെട്ട് കേട്ടോ. എന്ത് പേരേട്ടാ? എൻ്റെ പേര് മഹി. ആ അടിപൊളി. നിങ്ങളെ ഊരിൽ നിങ്ങളെ നാട്ടിലെ പേര്? മഹി. അല്ല ഊറ് പേര്? അച്ചമ്പട്ടി. ഇത് വൈഫ് അല്ലേ? എൻ്റെ കൊച്ചാട്ടോ. കൊച്ചില്ലേ? ഇത് കൊച്ച്. അടിപൊളി. എന്താ വർക്ക് എടുക്കണേ ഏട്ടനെ? ബാബു ഷാപ്പിലെ. കോട്ടയത്ത് എവിടെയാണ്? മണൽക്കാട്. അടിപൊളി. ഹായ് കൂടെ. ഹായ് പറ. വല്ല വൈഫ് അല്ലേ? എന്താ പേര്? വേമ്പരസ്. ശരി.